പാകിസ്ഥാനെ വെള്ളം കൊടുത്തു കൊല്ലണോ വെള്ളം കൊടുക്കാതെ കൊല്ലണോ എന്ന സംശയം മാത്രമാണ് ഇപ്പോൾ ഇന്ത്യക്കുള്ളത്. 2025 ഏപ്രിൽ 22-ാം തീയതി ഭൂമിയിലെ സ്വർഗമായ ജമ്മു കാശ്മീരിലെ പഹൽഗാം എന്ന പട്ടണത്തിലെ ബൈസരൻ താഴ്വാരം, തിങ്ങി നിറഞ്ഞ പൈൻമരങ്ങളും പച്ച പുൽമേടുകളും നിറഞ്ഞ ഭൂമി, മഞ്ഞുകാലത്ത് മഞ്ഞു പുതച്ച മലനിരകൾ, അങ്ങനെ ഭൂപ്രകൃതിയിൽ സമ്പന്നമായ ആ പ്രദേശം ഇന്ത്യയിലെ മിനി സ്വിറ്റ്സർലാൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. അന്നത്തെ ദിവസം വിവാഹത്തിന് മണിക്കൂറുകൾക്ക് ശേഷം മാത്രം മധുവിധു ആഘോഷിക്കാനെത്തിയ ദമ്പതികൾ, തങ്ങളുടെ ജോലി തിരക്കിനിടയിൽ കുടുംബത്തിനോടൊപ്പം ഒഴിവു സമയം ചിലവഴിക്കാനെത്തിയവർ, ആ ഒരു നിമിഷം വരെ അവരാരും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യമായിരുന്നു പിന്നീട് അവിടെ നടന്നത്. അവരുടെ സ്വർഗത്തിലേക്ക് തീവ്രവാദികൾ ഇരച്ചു കയറുകയും വെടിയുതിർക്കുകയും ചെയ്തു. ഈ ദാരുണ സംഭവത്തിൽ 26ഓളം ഇന്ത്യക്കാരാണ് കൊല്ലപ്പെട്ടത്. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറഞ്ഞതുപോലെ ഇന്ത്യയിൽ എപ്പോഴൊക്കെ ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുന്നുവോ അപ്പോഴൊക്കെ പാകിസ്ഥാന്റെ പങ്കും തെളിഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നിരോധിത മത തീവ്രവാദ സംഘടനയായ ലഷ്കർ-ഇ-തോയ്ബയുടെ ഷാഡോ സംഘടനയായ ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് ഈ ഭീകര പ്രവർത്തനത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രംഗത്ത് വന്നു. മുൻപ് ഇന്ത്യയിൽ നടന്ന 2001-ലെ പാർലമെന്റ് ആക്രമണം, 2006-ലെ മുംബൈ ട്രെയിൻ സ്ഫോടനം, 2008 മുംബൈയിലെ 26/11 ആക്രമണം, ഇവയെല്ലാം ലഷ്കർ-ഇ-തോയ്ബയുടെ പങ്ക് വ്യക്തമാണ്. കൊല്ലപ്പെട്ട ടൂറിസ്റ്റുകളുടെ കൂടെ ഉണ്ടായിരുന്നവരുടെ മൊഴികൾ അനുസരിച്ച് ഭീകരവാദികൾ ആദ്യം ചെയ്തത് കൊല്ലപ്പെട്ടവരുടെ മതം ഉറപ്പാക്കലായിരുന്നു. അതിനായി കലിമ ചൊല്ലാൻ അവരോട് ആവശ്യപ്പെട്ടു. ഇസ്ലാമിലെ ഒരാളുടെ വിശ്വാസം ഉറപ്പിക്കുന്ന വിശുദ്ധമായ വാക്യങ്ങളാണ് ഈ കലിമ എന്ന് അറിയപ്പെടുന്നത്. പുരുഷന്മാരെ തിരഞ്ഞുപിടിച്ചായിരുന്നു അവർ വധിച്ചത്. ഈ ആക്രമണത്തിൽ കർണാടകയിൽ നിന്നും വന്ന പല്ലവി എന്ന സ്ത്രീയുടെ ഭർത്താവിനെ ഭീകരവാദികൾ കൊല്ലുകയും അതിനുശേഷം തന്നെയും തന്റെ മകനെയും കൂടി കൊന്നുകൊള്ളാൻ അവർ ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ മോദിയോട് പോയി പറയാൻ നിങ്ങളെ ബാക്കി വെക്കുന്നു എന്ന ധ്വനിയിലായിരുന്നു തീവ്രവാദികളുടെ മറുപടി. അപ്പോൾ മതപരവും രാഷ്ട്രീയപരവുമായ വൈരാഗ്യമായിരിക്കണം ആ നിരപരാധികളായ മനുഷ്യരുടെ ജീവൻ എടുക്കുന്നതിൽ തീവ്രവാദികളെ കൊണ്ടെത്തിച്ചത്. മൃതദേഹങ്ങളുടെ ആദ്യഘട്ട പരിശോധനയിൽ തന്നെ മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. 20ഓളം മൃതദേഹങ്ങളുടെ അടിവസ്ത്രങ്ങൾ പോലും അഴിച്ച് തീവ്രവാദികൾ മരിച്ചവരുടെ മതമുറപ്പിച്ചു എന്നുള്ള വിവരങ്ങളാണത്. ഇതിനിടയിൽ ടൂറിസ്റ്റുകളെ തീവ്രവാദികളിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിച്ച സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ എന്ന യുവാവും കൊല്ലപ്പെട്ടു. കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്ന അയാൾ ടൂറിസ്റ്റുകളെ കുതിരസവാരിയിൽ സഹായിച്ചാണ് ഉപജീവനം നടത്തിയിരുന്നത്. മതഭീകരവാദികളോട് മുസ്ലിമാണെന്ന് പറഞ്ഞാൽ അയാളെ വെറുതെ വിട്ടേനെ. പക്ഷേ സ്വന്തം ജീവൻ പണയം വെച്ച് സഹജീവികളെ രക്ഷിക്കാനുള്ള ശ്രമം ആ പാവം നടത്തി. കുടുംബത്തെ അനാഥമാക്കി അയാളും മരിച്ചു. ഈ ആക്രമണത്തോടുകൂടി പ്രധാനമന്ത്രി മോദി സൗദി സന്ദർശനം മതിയാക്കി ഇന്ത്യയിലേക്ക് തിരിച്ചത് വലിയ വാർത്തയായിരുന്നു. ഇവിടെ ഓർക്കേണ്ടത് മോദിയുടെ സൗദി സന്ദർശനത്തിനൊപ്പം അമേരിക്കൻ വൈസ് പ്രസിഡന്റിന്റെ ഇന്ത്യ സന്ദർശന സമയത്തു കൂടിയാണ് ഈ തീവ്രവാദ ആക്രമണം നടന്നിട്ടുള്ളത് എന്നതാണ്. ആക്രമണത്തിന് ഈ ഒരു പ്രധാനപ്പെട്ട ഘട്ടം തന്നെ തിരഞ്ഞെടുത്തത് ബോധപൂർവമായിരിക്കണം. എന്തായാലും വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, ഇന്ത്യ, സൗദി, അമേരിക്ക പോലുള്ള രാജ്യങ്ങളുമായി ബന്ധം ഉറപ്പാക്കുന്നതിനെതിരെയും അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ റെപ്യൂട്ടേഷൻ കളങ്കപ്പെടുത്തുന്നതിൻ്റെയും ഭാഗമായിരിക്കണം ഇത്തരം ആക്രമണങ്ങൾ തീവ്രവാദികൾ നടത്തുന്നത്. സൗദിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനുമായി സുരക്ഷയുടെ കാര്യത്തിലായാലും അതുപോലെ സൈനിക കാര്യത്തിലായാലും പണ്ട് മുതലേ നല്ല ബന്ധത്തിലുണ്ടായിരുന്ന രാജ്യമാണ് സൗദി. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ചില സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ സൗദി പാകിസ്ഥാനെതിരെ തിരിയുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. ഉദാഹരണം നോക്കുകയാണെങ്കിൽ, പാകിസ്ഥാനിലെ മതഭീകരവാദ സംഘടനയായ അൽ-ഖ്വയ്ദ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന തീവ്രവാദ ഗ്രൂപ്പുമായി ചേർന്ന് അവരുടെ പ്രവർത്തനങ്ങൾ അറേബ്യൻ മണ്ണിലേക്ക് വ്യാപിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് സൗദി പോലുള്ള രാജ്യങ്ങൾക്ക് ഭീഷണിയാവുകയാണ് ചെയ്തത്. അതായത് ഇസ്ലാമിക രാജ്യമാണെങ്കിൽ പോലും തങ്ങൾക്ക് ദോഷമുണ്ടാക്കുന്ന ഇസ്ലാമിക തീവ്രവാദ സംഘടനകളെ കൈകാര്യം ചെയ്യുന്നതിൽ സൗദി ഒരു ദാക്ഷിണ്യവും കാണിക്കാറില്ല. അതുപോലെ 2015-ൽ യമൻ ആഭ്യന്തര യുദ്ധത്തിൽ സുന്നി രാജ്യമായ സൗദി തങ്ങളുടെ മിലിറ്ററി നിരയിൽ ചേരാൻ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അവർ ഒരു ചേരിയിലും ചേരാതെ നിഷ്പക്ഷ നിലപാടാണ് സ്വീകരിച്ചത്. ഇതും സൗദിയെ ചൊടിപ്പിച്ച ഘടകങ്ങൾ ഒന്നാണ്.
സൗദിയും ഇന്ത്യയുമായുള്ള ബന്ധം വർഷം കൂടുന്തോറും ദൃഢമായി വരികയാണ്. ഇപ്പോൾ തന്നെ $100 ബില്യൺ വരുന്ന പദ്ധതികളാണ് സൗദി ഇന്ത്യയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. സൈനിക മേഖലയിൽ അടക്കം സഹകരണം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി 40-ൽ കൂടുതൽ ഇന്ത്യൻ കമ്പനികൾ സൗദി ആസ്ഥാനമായി പ്രവർത്തിക്കുന്നുമുണ്ട്. കാര്യം ഇന്ത്യയുമായി അടുക്കുന്നുണ്ടെങ്കിലും സൗദി പാകിസ്ഥാന് ഇപ്പോഴും സഹായം നൽകുന്ന രാജ്യമാണ്. 2024-ൽ സാമ്പത്തികമായി തകർന്ന പാകിസ്ഥാന് $3 ബില്യൺ സൗദി സഹായമായി നൽകിയിട്ടുണ്ടായിരുന്നു. ഇനിയും $5 ബില്യൺ പാകിസ്ഥാന് നിക്ഷേപ സഹായമായി പ്രതീക്ഷിക്കുന്നുമുണ്ട്. അപ്പോഴും ഇന്ത്യയുമായി സൗദി അടുക്കുന്നതും സഹകരണങ്ങൾ വർദ്ധിപ്പിക്കുന്നതും പാകിസ്ഥാന് അത്ര സ്വീകാര്യമായിട്ടുള്ള കാര്യമല്ല. അതുപോലെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സാമ്പത്തികവും സൈനികവുമായ സഹകരണം വർദ്ധിക്കുന്നത് പാകിസ്ഥാൻ അവർക്കുള്ള തിരിച്ചടിയായിട്ടാണ് കാണുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഒരു ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. 2023-ൽ ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ആക്രമണം സൗദി ഇസ്രായേൽ ബന്ധം മെച്ചപ്പെടുത്തുന്നത് തടയാനായിരുന്നു എന്നുള്ള വാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതായത് ഇസ്ലാമിക ലോകത്തിന്റെ നേതൃസ്ഥാനം ആഗ്രഹിക്കുന്ന സൗദിക്ക് മുസ്ലിങ്ങൾ കൊല്ലപ്പെടുമ്പോൾ ഇസ്രായേലുമായി കൂട്ടുകൂടാൻ പറ്റില്ല. അങ്ങനെ സംഭവിച്ചാൽ ഇറാൻ അത് മുതലെടുക്കുക തന്നെ ചെയ്യും. എന്തായാലും പഹൽഗാം ആക്രമണത്തിന് പാകിസ്ഥാന്റെ അടിവേരിളക്കുന്ന ബുദ്ധിപരമായ യുദ്ധതന്ത്രങ്ങളാണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ ഒരു ഘട്ടം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. പാകിസ്ഥാനുമായി നിലവിലുള്ള ബന്ധങ്ങൾ വിച്ഛേദിക്കുന്ന നടപടികളാണ് ഇന്ത്യ സ്വീകരിക്കാൻ തുടങ്ങിയത്. പാകിസ്ഥാൻ പൗരന്മാർക്കുള്ള സാർക്ക് വിസ ഉൾപ്പെടെ 14 തരം വിസകൾ ഇന്ത്യൻ ഗവൺമെന്റ് ഇതിനോടകം റദ്ദാക്കി കഴിഞ്ഞു. മെഡിക്കൽ വിസ അടക്കം റദ്ദാക്കുന്നതിലൂടെ മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യങ്ങൾ തേടി ഇന്ത്യയിൽ വരുന്ന പാകിസ്ഥാനികളെയും ഇത് പ്രതികൂലമായി ബാധിക്കും. അതുപോലെ പാകിസ്ഥാനുമായുള്ള കച്ചവട നയതന്ത്ര ബന്ധങ്ങളിലും വിള്ളലുണ്ടായിട്ടുണ്ട്. ഡിപ്ലോമാറ്റിക് സ്റ്റാഫുകളുടെ എണ്ണം 50-ൽ നിന്ന് 30 ഇന്ത്യ വെട്ടിക്കുറച്ചു. ഇന്ത്യയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ കരസേന, നാവികസേന, വ്യോമസേന ഉപദേഷ്ടാക്കളോട് ഒരാഴ്ചയ്ക്കുള്ളിൽ ഇന്ത്യ വിടണമെന്ന് ആവശ്യപ്പെട്ടും കഴിഞ്ഞു. അതുകൂടാതെ ഇന്ത്യ പാകിസ്ഥാനിലെ തങ്ങളുടെ സൈനിക ഉപദേഷ്ടാക്കളെ തിരിച്ചു വിളിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അടുത്തത് ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള ഏക വ്യാപാര പാതയായ അറ്റാരി വാഗ ചെക്ക് പോസ്റ്റ് അടച്ചിടാൻ ഇന്ത്യ തീരുമാനിച്ചു എന്നതാണ്. പാകിസ്ഥാനുമായുള്ള എല്ലാവിധ കച്ചവട ബന്ധങ്ങളും അവസാനിപ്പിക്കുന്നതിന് ഒരു മുന്നറിയിപ്പായിട്ടാണ് ഇത് നടപ്പിലാക്കിയത്. എന്നാൽ ഇന്ത്യ ഇതുവരെ കൈക്കൊണ്ട നടപടികളിൽ എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമായിരുന്നു സിന്ധു നദീജല കരാർ താൽക്കാലികമായി മരവിപ്പിക്കാനെടുത്ത തീരുമാനം. ഇന്ത്യയോട് യുദ്ധത്തിന് വന്നപ്പോഴെല്ലാം തോറ്റു പിന്മാറിയ ബെൽറ്റും തൊപ്പിയും ഊരിവെച്ച് തലകുനിച്ച് കീഴടങ്ങിയെന്ന് ഒപ്പിട്ട് നൽകിയ പാകിസ്ഥാൻ യുദ്ധത്തിൽ പോലും ചരിത്രത്തിൽ ഒരിക്കലും ഇങ്ങനെ ഒരു പ്രതിസന്ധി നേരിട്ടിട്ടില്ല. എന്താണ് ഈ പ്രതിസന്ധി ഇത്രത്തോളം ഭീകരമാണെന്ന് പറയാൻ കാരണം? സിന്ധു നദി നമുക്കറിയാവുന്നതാണ്. പുരാതന കാലം മുതലേ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ചരിത്രത്തിലും സംസ്കാരത്തിലും വളരെയേറെ പ്രാധാന്യമുള്ള ഒരു നദിയാണ്. പാകിസ്ഥാനിലൂടെയും ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിലൂടെയും ഒഴുകുന്ന നദിയാണ് ഈ സിന്ധു നദി. 1947-ൽ വിഭജനത്തിന് ശേഷം ഈ നദിയുടെ നിയന്ത്രണത്തിന്റെ അവകാശം ആർക്കാണെന്നുള്ള കാര്യത്തിലും തർക്കങ്ങൾ തുടങ്ങി. സിന്ധു നദി ഉത്ഭവിക്കുന്നത് ടിബറ്റൻ അഥവാ ഹിമാലയൻ പീഠഭൂമിയിൽ മാനസ സരോവർ തടാകത്തിന്റെ അടുത്ത് കൈലാസ പർവ്വതത്തിൽ നിന്നാണ്. സിന്ധു നദിയും അവയുടെ പോഷക നദികളായ ജലം, ചൈനാബ്, രവി, ബീസ്, സത്ലജ് തുടങ്ങിയ നദികളും ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്തെ ഉയർന്ന പ്രദേശത്ത് നിന്ന് താഴ്ന്ന പ്രദേശമായ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നു. ഇവിടെ ഇന്ത്യ എന്ന് പറയുന്നത് സിന്ധു നദിയെ സംബന്ധിച്ചിടത്തോളം അപ്സ്ട്രീം കൺട്രിയാണ്. പാകിസ്ഥാൻ ആകട്ടെ ഡൗൺ സ്ട്രീം കൺട്രിയും. അതുകൊണ്ട് തന്നെ ഉയർന്ന പ്രദേശത്ത് നിന്നും വെള്ളത്തിന്റെ ഒഴുക്ക് തടഞ്ഞു നിർത്താൻ ഇന്ത്യക്ക് സാധിക്കും. അങ്ങനെ 1948-ൽ ഇന്ത്യ താൽക്കാലികമായി പാകിസ്ഥാനിലേക്കുള്ള സിന്ധു ജലത്തിന്റെ ഒഴുക്ക് തടഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ഡാമുകൾ ഉപയോഗിച്ചല്ല, മറിച്ച് ബ്രിട്ടീഷുകാർ പണിത കനാൽ ഗേറ്റ്സ് അടച്ചുകൊണ്ടാണ് ഇന്ത്യ നദിയുടെ ഒഴുക്ക് തടയുന്നത്. അതിനുശേഷം പാകിസ്ഥാനിൽ വരൾച്ചാ ഭീഷണിയും കൃഷിനാശ ഭീഷണിയും ഉയർന്നു. അതേ തുടർന്ന് വർഷങ്ങളോളം ചർച്ചകൾ നടന്നുവെങ്കിലും ഒടുവിൽ 1960-ൽ വേൾഡ് ബാങ്കിന്റെ മധ്യസ്ഥതയിലാണ് സിന്ധു നദീജല കരാർ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പിടുന്നത്. ഈ കരാറിന്റെ ഭാഗമായി സിന്ധു തടത്തിലെ കിഴക്കൻ പോഷക നദികളിലെ അതായത് രവി, ബീസ്, സത്ലജ് എന്നിവയിലെ ജലം ഇന്ത്യക്കും പടിഞ്ഞാറൻ പോഷക നദികളിലെ അതായത് സിന്ധു നദിയിലെ വലിയൊരു ഭാഗവും ജലം ചൈന പോഷക നദികളിലെ ജലം പാകിസ്ഥാനും അവകാശപ്പെട്ടതാണ്. അതായത് കരാർ പ്രകാരം സിന്ധു നദിയിലെ ഏതാണ്ട് 80% ജലവും പാകിസ്ഥാന് അവകാശപ്പെട്ടതാണെന്നുള്ള സ്ഥിതി വന്നു. 50% പോട്ടെ, എന്നാൽ ഇവിടെ 80% ഓർക്കണം. 1965 കാലഘട്ടത്തിലൊക്കെ പഞ്ചാബിലെ കർഷകർ ഇതിനെതിരെ രംഗത്ത് വരുന്നുണ്ട്. കാരണം അവർക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടാത്തപ്പോൾ പാകിസ്ഥാന് ധാരാളം വെള്ളം കിട്ടാനുള്ള ഒരു കരാറാണ് ഇന്ത്യ ഒപ്പിട്ട് കൊടുത്തത്. പ്രതിഷേധം സ്വാഭാവികമാണല്ലോ.
പക്ഷേ ഒരിക്കലും കരാർ മരവിപ്പിക്കുന്ന നടപടി ഇന്ത്യ എടുത്തിട്ടില്ലായിരുന്നു. പാകിസ്ഥാനുമായി 2 വലിയ യുദ്ധങ്ങൾ ഉണ്ടായ സമയത്ത് പോലും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. 1960-ൽ ഉള്ളതിനേക്കാൾ ഇന്ത്യൻ ജനസംഖ്യ വളരെയധികം കൂടിയ സമയത്തും കൂടുതൽ കൃഷിയും വൈദ്യുത ഉൽപാദനവും എല്ലാം ഇന്ത്യക്ക് ആവശ്യമായ സമയത്തും കരാർ പുനഃപരിശോധിക്കാനോ മാറ്റങ്ങൾ വരുത്താനോ പാകിസ്ഥാൻ ഒരുക്കമല്ലായിരുന്നു. പാകിസ്ഥാന്റെ കൃഷിയുടെ 80% സിന്ധു നദിയിലെയും സിന്ധുവിന്റെ പോഷക നദികളുടെ ജലത്തെയും ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ഏതാണ്ട് 16 മില്യൺ ഹെക്ടർ ഭൂമിയാണ് സിന്ധു നദിയുടെ ജലത്താൽ സമ്പുഷ്ടമാക്കപ്പെടുന്നത്. ആ വെള്ളം നിന്നാൽ പാകിസ്ഥാനിൽ കൊടിയ വരൾച്ച ഉണ്ടാകും, ഭക്ഷ്യക്ഷാമവും ഉണ്ടാകും. ഇതിനെ മറികടക്കുന്ന ജലശേഖരണ വിതരണ സംവിധാനങ്ങൾ ആ രാജ്യത്ത് ഇപ്പോഴില്ല. കറാച്ചി, ലാഹോർ, മുൾട്ടാൻ പോലുള്ള അർബൻ സിറ്റിയുടെ കാര്യം തന്നെ നോക്കിയാൽ കുടിവെള്ളത്തിനും മറ്റ് ആവശ്യങ്ങൾക്ക് പോലും അവർ സിന്ധുവിനെയാണ് ആശ്രയിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എന്തായാലും ഇപ്പോൾ പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ താൽക്കാലികമായി കരാർ മരവിപ്പിക്കാനുള്ള ഉറച്ച തീരുമാനം എടുത്തിരിക്കുകയാണ്. മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രകാരം ഇത് ശരിക്കും പാകിസ്ഥാനെതിരെയുള്ള ഇന്ത്യയുടെ കൈവശമുള്ള ഒരു ജലബോംബ് തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനാകും. അതിന്റെ റിമോട്ട് ആണെങ്കിൽ ഡൽഹിയിലാണുള്ളത്. അതുപയോഗിച്ച് എപ്പോൾ വേണമെങ്കിലും വെള്ളത്തിന്റെ ഒഴുക്ക് തടയാനും വെള്ളം കൂടുതൽ തുറന്നുവിട്ട് ഡൗൺസ്ട്രീം കൺട്രിയായ പാകിസ്ഥാനിൽ വെള്ളപ്പൊക്കം ഉണ്ടാക്കാനും ഇന്ത്യക്ക് സാധിക്കും. ഇന്ത്യ ഇപ്പോൾ നദികളിൽ ഡാമുകൾ പണി കഴിപ്പിച്ചിട്ടുണ്ട്. ഡാമുകളിൽ സാധാരണയായി വെള്ളത്തിന്റെ ഒഴുക്കിനെ തുടർന്നും ചെളിയും മണലും ഒക്കെ അടിഞ്ഞുകൂടാറുണ്ട്. അത് ഒരു സമയം കഴിയുമ്പോൾ സുരക്ഷിതമായി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇവിടെ അടിഞ്ഞുകൂടുന്ന ചെളി കലർന്ന മണലുകളുടെ അവശിഷ്ടം പാകിസ്ഥാനിലേക്ക് ഒഴുക്കിവിടാനും അതുവഴി ശുദ്ധജലത്തിന്റെ അഭാവവും വലിയൊരു വിഭാഗം ജനങ്ങൾക്കും പാകിസ്ഥാനിൽ ഉണ്ടാക്കാനും അതുപോലെ കാർഷിക ആവശ്യങ്ങൾക്കായി വെള്ളം സുഗമമായി ഒഴുക്കാനുള്ള കനാലുകളിൽ ചെളിയും മണലും മൂലം ഒഴുക്ക് തടസ്സപ്പെടുത്താനും സാധിക്കുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. അതായത് ഈ കരാർ പ്രകാരം പന്ത് ഇന്ത്യയുടെ കോർട്ടിലാണെന്ന് സാരം. പക്ഷേ പല വിദഗ്ധരുടെയും അഭിപ്രായത്തിൽ ഇന്ത്യയിൽ ഈ നദികളിൽ നിർമ്മിച്ചിരിക്കുന്ന ഡാമുകൾ പാകിസ്ഥാനിൽ നിന്നും ഏറെ ദൂരെയാണുള്ളത്. അതുകൊണ്ട് ഇങ്ങനെ വെള്ളം തുറന്നുവിട്ടാൽ ആദ്യം ഇന്ത്യയിൽ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാകുമെന്നാണ് അവരുടെ ആശങ്ക. ഇപ്പോൾ ഇന്ത്യ ഉറി ഡാം തുറന്നുവിട്ടത് ജലം നദിയിലെ ജലനിരപ്പ് കൂടാനും POKയിൽ ആശങ്കയ്ക്കും കാരണമായിട്ടുണ്ട്. എന്നാൽ ഇത്തരം ജലയുദ്ധങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ആദ്യമായിട്ടല്ല നടക്കുന്നത്. 2016-ലെ പത്താൻകോട്ട് ആക്രമണത്തിന് ശേഷം രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകില്ലെന്ന് ഇന്ത്യ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യ ഈ സിന്ധു നദീ കരാർ അന്ന് മുതലേ നിർത്തലാക്കുന്നതിന് വേണ്ടി ആലോചിച്ചിരുന്നു എന്ന കാര്യമാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ അന്ന് പാകിസ്ഥാന്റെ രക്ഷയ്ക്കെത്തിയത് ചൈനയായിരുന്നു. ചൈനയിലെ യാലുങ് സാങ്പോങ് എന്ന നദിയുടെ പോഷക നദിയായ ഷ്യൂബുക് നദി, ഇന്ത്യയിൽ ഈ നദി ബ്രഹ്മപുത്ര എന്നാണ് അറിയപ്പെടുന്നത്. ആ നദിയുടെ പ്രവാഹം ചൈന താൽക്കാലികമായി തടഞ്ഞു വെക്കുകയായിരുന്നു ചെയ്തത്. ചൈന അതിന്റെ കാരണമായി അന്ന് പറഞ്ഞത് ആ നദിക്കരികിലായി പുതിയ ഡാമിന്റെ നിർമ്മാണം നടക്കുന്നത് കൊണ്ടാണ് ജലപ്രവാഹം തടഞ്ഞത് എന്നാണ്. ഈ പ്രൊജക്ട് 2014-ൽ തുടങ്ങിയതാണെങ്കിലും അതുവരെ ഇത്തരം നടപടികളൊന്നും ചൈന എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ 2016-ൽ പെട്ടെന്നുള്ള ഈ തീരുമാനം പാകിസ്ഥാനെ സഹായിക്കാനായിരുന്നു എന്ന ആരോപണവും ഉയർന്നിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ ചൈന ഇന്ത്യക്കെതിരെ ഉപയോഗിച്ച അതേ ആയുധം തന്നെയായിരിക്കണം ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാനെതിരെ പ്രയോഗിക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് മാത്രമല്ല പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ചില നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയെ പോലെ തന്നെ പാകിസ്ഥാൻ ഇന്ത്യക്കാരുടെ വിസ റദ്ദ് ചെയ്തു, നയതന്ത്ര ബന്ധങ്ങൾ നിർത്തലാക്കി. അതിനോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട നീക്കം കൂടി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. 1971-ലെ യുദ്ധത്തെ തുടർന്ന് ഇരു രാജ്യങ്ങളും ഒപ്പിട്ട ഷിംല സമാധാന കരാർ പാകിസ്ഥാൻ താൽക്കാലികമായി റദ്ദ് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യയെ വിറപ്പിക്കാൻ വേണ്ടി ഷിംല കരാർ റദ്ദ് ചെയ്തുകൊണ്ട് പാകിസ്ഥാൻ വലിയൊരു വിഡ്ഢിത്തരമാണ് കാണിച്ചിരിക്കുന്നത് എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ഈ കരാർ പ്രകാരം ജമ്മു കാശ്മീർ ഉൾപ്പെടെയുള്ള ഇന്ത്യയെയും പാകിസ്ഥാനെയും ബാധിക്കുന്ന തർക്കങ്ങളിൽ ഇരു രാജ്യങ്ങളും മൂന്നാമതൊരു ഇടനിലക്കാരനില്ലാതെ പരിഹാരം കാണണം. കരാർ റദ്ദാക്കുന്നതിലൂടെ വർദ്ധിച്ചു വരുന്ന അന്താരാഷ്ട്ര സ്വാധീനമുള്ള ഇന്ത്യക്കും ഈ പ്രശ്നത്തിലേക്ക് അമേരിക്ക, റഷ്യ, ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരാൻ സാധിക്കും. അതുമാത്രവുമല്ല, ഈ കരാർ പ്രകാരം ജമ്മു കാശ്മീർ അതിർത്തിയുടെ ലൈൻ ഓഫ് കൺട്രോൾ LOC ഇരു രാജ്യങ്ങളും മാനിക്കാൻ തീരുമാനമായിട്ടുമുണ്ട്. ഇപ്പോൾ ഈ കരാർ പാകിസ്ഥാൻ തന്നെ ഔദ്യോഗികമായി റദ്ദ് ചെയ്യുന്നതിലൂടെ ഇന്ത്യക്കും ഈ രേഖ മറികടന്ന് സൈനിക നടപടികൾ സ്വീകരിക്കാൻ സാധിക്കും. അങ്ങനെ ഇന്ത്യക്ക് കരാറൊന്നും ലംഘിക്കാതെ തന്നെ മിലിറ്ററി ഓപ്പറേഷൻസും നടത്താം. അങ്ങനെ പാകിസ്ഥാൻ ഇപ്പോൾ ഷിംല കരാർ നിർത്തിവെച്ചത് വലിയൊരു അബദ്ധമാകുമെന്നുള്ള അഭിപ്രായങ്ങളും ഉയർന്നു വരുന്നുണ്ട്. നിലവിൽ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന സൈനിക നടപടികളുടെ ലൈവ് കവറേജ് ഒന്നും മാധ്യമങ്ങൾ പ്രക്ഷേപണം ചെയ്യരുത് എന്ന് ഇന്ത്യയിലെ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ ഉത്തരവും ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞു.
ഏത് സമയത്തും ഏത് മിഷനു വേണ്ടിയും തയ്യാറാണെന്ന ഇന്ത്യൻ നേവിയുടെ ട്വീറ്റും ഇതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. ഇപ്പോൾ വലിയൊരു സൈനിക നടപടികളിലേക്ക് ഇന്ത്യ കടക്കുമെന്ന സൂചനകളാണ് ഇത് നൽകുന്നത്. യുദ്ധം നിലവിലെ ഇന്ത്യക്ക് നല്ലതല്ല. എന്നാൽ നേരിട്ട് യുദ്ധത്തിലേക്ക് കടക്കാതെ തീവ്രവാദ ഫാക്ടറിയുടെ ഷട്ടർ ഇടാനുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഇതിലൂടെ വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 10ഓളം വരുന്ന തീവ്രവാദികളുടെ വീടുകൾ ഇതിനോടകം തന്നെ നശിപ്പിച്ചു കഴിഞ്ഞു. ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന സംഘടന ഇപ്പോൾ ഈ ആക്രമണം നടത്തിയത് തങ്ങളല്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. കാരണം പാകിസ്ഥാനി ചീഫിനെയും കുടുംബത്തിനെയും കാണാനില്ലെന്നും പാകിസ്ഥാനി പട്ടാളത്തിൽ കൂട്ടരാജി എന്നെല്ലാമുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. സുരക്ഷ ഒരുക്കേണ്ടിയിരുന്നു, സൈന്യത്തെയും രാജ്യത്തെയും വിശ്വസിച്ചവർക്കാണ് തെറ്റുപറ്റിയത്, ഇങ്ങനെയെല്ലാം പറഞ്ഞ് ഇതിന്റെ മറവിലൂടെ ഭീകരവാദത്തെ വെള്ളപൂശുന്ന നടപടികൾ രാജ്യത്ത് നടക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിറയുന്ന പോസ്റ്റുകളിൽ വിഭിന്ന അഭിപ്രായങ്ങളും നമുക്ക് മനസ്സിലാക്കാം. ഇത് തെറ്റാണെന്ന് മാത്രമല്ല, ഇരകളോട് ചെയ്യുന്ന അനീതി കൂടിയാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തട്ടെ. അതുകൊണ്ട് ഈ സന്ദർഭത്തിലെങ്കിലും രാഷ്ട്രീയ വ്യത്യാസങ്ങൾ മറന്നുകൊണ്ട് ജനങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ആവശ്യകത ഉണ്ടെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. വ്യാജ വാർത്തകളോ പരസ്പര കുറ്റപ്പെടുത്തലുകളോ ഇല്ലാതെ നമുക്ക് രാജ്യത്തോടൊപ്പം ഭീകരവാദത്തിനെതിരെ ഒറ്റക്കെട്ടായി തന്നെ നിൽക്കാം. അങ്ങനെ തന്നെയല്ലേ ചെയ്യേണ്ടത്? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും എല്ലാവരിലേക്കും എത്താൻ ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.